വിളിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞത് വത്തൽ ദോശ. അപ്പോൾ വത്തൽ ദോശ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് കാണാം വത്തൽ ദോശ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എവിടെ പോയാലും ബീഫും പൊറോട്ട തിന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾ വത്തൽ ദോശ പോകുന്നു. അതിൻ്റെ അത് 2 ലൈഫ് ഒരു ബീഫ് മാറോ അതൊക്കെ വരും. എന്നിട്ട് വത്തൽ ദോശ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ പേരിൽ ഉണ്ടാക്കുന്ന മമ്മ ഉണ്ടാക്കുന്ന വത്തൽ ദോശ സംഭവം. ഇതെന്താ സാമ്പാർ കറിയോ? ഇത് വത്തൽ ദോശ പേര് മാത്രം മാറ്റുള്ളൂ. അരിപ്പൊടി ഉണ്ടാക്കി നമ്മളെ അമ്മമ്മ ഉണ്ടാക്കുന്നതാണ് വത്തൽ ദോശ. അരിപ്പൊടി കളിച്ചിട്ട് ചട്ടി പറഞ്ഞ് സാധനം എടുക്കുകയാണ്. അതിൻ്റെ പേരാണ് വത്തൽ ദോശ. കാസർഗോഡ് കാസർഗോഡത്തെ ദോശ അങ്ങനെ കഴിക്കുകയാണ്. വത്തൽ ദോശ ചായ എങ്ങനെയുണ്ട്? അപ്പൊ ഇതെന്തത് ചോറിന്റെ കൂടെ തരുന്ന പോലെ ഇത് തരുന്നത്? കച്ചമ്പ നല്ല ഫുഡ് ഉണ്ടെന്ന്. ഞാൻ നല്ല അൽഫാമും തന്തൂരിയും ബ്രോസ്റ്റ് തിന്നൊക്കെ വരിക. ഇത് കിട്ടിയതാണല്ലോ പേര് മമ്മ ഉണ്ടാക്കുന്ന ദോശ. ചോറിനൊക്കെയാണ് നമ്മള് കച്ചമ്പ്ര അങ്ങനെയൊക്കെ കൊടുത്തത്. ഇത് ദോശക്കാണ് തന്നത്. ബീഫ് ഫ്രൈ കിട്ടിയിട്ടില്ല. ദോശ അടിപൊളി കടാണ് കേട്ടോ. ഇനി ബീഫ് ഫ്രൈ നോക്കട്ടെ. എന്താ അതിന് ഭാഷ പറഞ്ഞേ? അല്ല മേ സുലൈമാൻ മൊത്തമായിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാ? ആ ബോച്ചോ അത് ചിക്കൻ്റെ പറഞ്ഞതേ. എൻ്റെ പള്ള നീരിനവരെ ഇതിന് പേരെന്താ ഒന്നുകൂടി പറയും? വത്തൽ ദോശ. നല്ല അടിപൊളി ഫുഡാണ്. പക്ഷെ ബീഫ് അടിപൊളിയാണ്, അതിനൊന്നും പറയില്ല. അടിപൊളി, ഒരു രക്ഷയില്ല ബീഫ്.